യുക്തിവാദത്തെ പേടുന്ന ഈ ഇസ്ലാം പഴഞ്ചനാണെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസുകളിൽ ആടി തകർക്കുന്ന പെമ്മക്കളോടാണ് ഞാൻ പറയുന്നത്. +1 +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി ക്യാമ്പസുകളിൽ നിരീശ്വരവാദം പഠിച്ച് ഇനി ഇസ്ലാം പഴഞ്ചനാണ്, അത് മുരിയാര് കോടി ഇറക്കുന്ന പ്രസ്ഥാനമാണെന്ന് പറയുന്നവരോട് നീ പഠിക്കുന്ന ആസ്ട്രോണമിയേക്കാൾ, നീ പഠിക്കുന്ന ജോഗ്രഫിയേക്കാൾ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിക്കൂ, രണ്ടും കൂടി ചേർത്ത് വെച്ചാല് ജലമുണ്ടാക്കണ്ടേ? പടച്ചവനില്ലെന്ന് പറയുന്നവരോട് ഈ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ഉണ്ട്, ഈ പ്രകൃതിയിൽ ഓക്സിജൻ ഉണ്ട്, ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു തുള്ളി ജലം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയോ? ഹൈഡ്രജൻ ഓക്സിജൻ എന്താ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കി തരീ. ഇലാഹും അല്ലാഹ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി തരീ. അതുകൊണ്ട് എന്റെ ഈ വിദ്യാഭ്യാസമുള്ള പെമ്മക്കളോട് ഞാൻ പറയാ, ഇതങ്ങടെ കേൾക്കുമ്പോ റീൽസിലങ്ങ് ആടി തിമിർക്കുക. ഏതോ ഒരു പൊട്ടി ചോദിക്കുന്നുണ്ട്, ശവത്തെ തിന്നാൻ പറ്റൂല, പിന്നെ മുയിലിയാരെന്തിനാ മീൻ തിന്ന്? ഈ ഞാനതിന് മറുപടി ലൈവ് ഉണ്ടോടാ മീനെ. ഈ വിവരക്കേടെന്ന് പറയുന്നത് ഒരു തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമായിട്ട് തലയേറ്റിക്കൊണ്ട് നടക്കരുത്. മനുഷ്യന് വിവരക്കേടുണ്ടാകുന്നത് തെറ്റല്ല, അത് വിവരക്കേടുണ്ടാവും, പക്ഷെ അതൊരു അലങ്കാരമാണെന്ന് പറയുന്നത്. എന്റെ വിവരക്കേട് ഒരു അലങ്കാരമാണെന്നവൻ അഹങ്കരിക്കരുത്, അത് തീർത്ത് യോജിച്ചൊരു പരിപാടിയല്ല. പുള്ളി എന്തോ യൂറീകകാരൻ ബഹിരാകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ശാസ്ത്രലോകത്തിന്റെ സത്യം വിളിച്ചു പറഞ്ഞ മാതിരിയാണ് ആ പെണ്ണിരുന്നിട്ട് ചത്ത മീനെ തിന്നാവും. അതിന്റെ കൂടെ കൂടാൻ കുറെ നേരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പൊന്നു സഹോദരിമാരെ, പഠിക്കുന്നതിനനുസരിച്ച് പടച്ചോനെ അറിയുമ്പോഴാണ് ആ അറിവിന് തിളക്കമുണ്ടാകുന്നത്. ഇങ്ങനെ എത്ര ആയത്താണ് അള്ളാഹു ചോദിക്കുകയാണ്. ആ ഒരൊറ്റ ആയത്ത് മാത്രം പറഞ്ഞാൽ പോവാം. നിങ്ങൾ ഈ ബഹിരാകാശത്തോട്ട് പോയവരോട് ധന്നറുമായി വ്യാഴവും ചൊവ്വയും കീഴടക്കിയവരോട് പെണ്ണുങ്ങളെ, നിങ്ങളെ തലയിൽ തേക്കുന്ന താളിയുടെ ഒരിലയെ സൃഷ്ടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഒരു പുൽക്കൊടി പടച്ചോൻ സൃഷ്ടിച്ചതല്ലാതെ ഒരു പുൽക്കൊടിയെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റൂല.